ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അക്ബർ ഭാര്യയെ നെഗ്ലക്ട് ചെയ്തു എന്നുള്ള ഒരു വീഡിയോ. അതിന് താഴെ വന്ന 2-3 കമൻറ്റ്സ്, അതിനൊരു മറുപടി വേണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കമൻറ്റ്, റെന ഫാത്തിമ ഉമ്മയെ കെട്ടിപ്പിടിച്ചില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട ഇപ്പോൾ നേരെ തിരിച്ചും പറയുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇത്തയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഇത് ഡബിൾ സ്റ്റാൻഡ് അല്ലേ? പിന്നെ അക്ബർ ഒരിക്കലും എന്നെ ഇംപ്രസ് ചെയ്തിട്ടുമില്ല. അതായത് അക്ബറിനോടുള്ള താല്പര്യം കൊണ്ടല്ല, പക്ഷേ എൻ്റെ ഡബിൾ സ്റ്റാൻഡ് കണ്ടിട്ടാണ് പുള്ളിക്കാരത്തി അത് പറയുന്നത്. ഐ എക്സ്പ്ലെയിൻ. മിനിയാണ് അത് പറഞ്ഞിരിക്കുന്നത്, മിനിയുടെ കമൻ്റാണ്. ഇനി മറ്റൊരു കമൻറ്റ്, അക്ബർ ആദ്യം വൈഫിനെയാണ് ഹഗ് ചെയ്തിരിക്കുന്നത്. ആദ്യ വീഡിയോ നോക്കൂ. ഷറഫത്ത് കൂർഗ് ഇട്ടിരിക്കുന്ന വീഡിയോ കമൻ്റാണത്. അടുത്തൊരാൾ ദർ യു ഗൈ, ഫേക്ക് ആയിരിക്കാനാണ് ചാൻസ്, എനിക്കറിയില്ല. യു ആർ റോങ്, പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ ഫുള്ളി. ഫസ്റ്റ് ഹി ഹഗ്ഡ് ഹിസ് വൈഫ്, ദെൻ ഹിസ് മദർ ആൻഡ് ലാസ്റ്റ് ഹിസ് ഫാദർ. ഡോണ്ട് വാച്ച് എഡിറ്റഡ് വേർഷൻ. ഇത് 3 കമൻ്റാണ്. ഇപ്പം ഇതിനകത്തെല്ലാം റെന ഫാത്തിമയുടെ വിഷയത്തിലേക്ക് വരാം. ആ പെൺകുട്ടിക്ക് 19 വയസ്സുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. 19 വയസ്സുള്ളൊരു പെൺകുട്ടി ആ കാണിച്ചതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പം വിവാഹം കഴിക്കുന്നോ പ്രണയം ഇതൊന്നും തകരാറല്ല, പക്ഷേ ആ സമയത്ത് നമുക്കിതൊരു പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റാണ് ഈ വിവാഹം, അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിനു വേണ്ടി മാത്രം ജീവിക്കരുത് പെൺകുട്ടികൾക്ക് അവർ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് വെരി ബിഗിനിങ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാം, ചീവീട് പോലെ കീറുന്നു, മറ്റുള്ള മുതിർന്നവരെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നു. ഇതൊക്കെ ആ പ്രായത്തിൻ്റെ കുഴപ്പമാണ്. മധുര 17 എന്ന് പറയും. പക്ഷേ ഡേഞ്ചർ ഈ 17കാർക്ക് മധുരമാണെങ്കിലും പേരൻസിന് അത് ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏജ് തന്നെയാണ്. മാത്രവുമല്ല, അവൾ ഓടി വന്ന് അവളുടെ ഉമ്മയെ ഹഗ് ചെയ്യുന്നതാണ് ശരി എന്ന് എനിക്ക് തോന്നിയിരുന്നു. എൻ്റെ റീസൺ എന്താണെന്നറിയാമോ? അവൾ വിവാഹം കഴിച്ചില്ല, അത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ്, വിവാഹം കഴിച്ചിട്ടില്ല. ആ പയ്യൻ്റെ മുമ്പിൽ വെച്ച് ആ അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് അയാൾക്ക് വലിയ താല്പര്യമൊന്നും ഉള്ളതുപോലെ എനിക്കും തോന്നിയില്ല. അവക്കായിരിക്കും പ്രണയപാരവശ്യം. അത് തന്നെയാണ് അക്ബറിൻ്റെ വൈഫിനുള്ളത്. അക്ബറിന് വലിയ താല്പര്യമില്ല, പക്ഷെ അക്ബറിൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യുന്നതാണ്. അപ്പം റെന ഫാത്തിമയുടെ വിഷയത്തിൽ മറ്റൊരു ഇതാണ്, അതും ഇതുമായിട്ട് മാച്ചപ്പ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ആ പയ്യൻ ഇവരെ PR നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാത്ത കാര്യം. പക്ഷേ അക്ബറിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചീത്തവിളി കേൾക്കുകയും ഒരുപാട് സ്ട്രഗിളിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്തത് അവൻ്റെ വൈഫ് തന്നെയാണ്. അവൻ്റെ ടൈം ലൈനൊക്കെ പോയി നോക്കിയാൽ അറിയാം, കൊല വിളിച്ചിട്ടുണ്ട്. അവൻ ഓരോ തവണ അവൻ തോന്നിയ ദിവസം കാണിക്കുമ്പോൾ അത് കേൾക്കുന്ന മുഴുക്ക പെൺകുട്ടിയായിരുന്നു. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ അതുകൊണ്ട് തന്നെ കാണിക്കാൻ വേണ്ടി തന്നെ എടുത്തുകൊണ്ടുവന്നതാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കുക, അതെ, ഫസ്റ്റ് ഓടിപ്പോകുന്നത് ഭാര്യ തന്നെയാണ്. തൊട്ട് പുറകെ തള്ള വെച്ച് പിടിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ് മകനെങ്കിൽ ഒരു പരിധി വരെ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ സ്പേസ് ഭാര്യയ്ക്ക് കൂടെ കൊടുക്കണം. അല്ലാതെ ചുമ്മാ അങ്ങ് അത്രയ്ക്ക് അങ്ങോട്ട് ഇതാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ പെൺകുട്ടി കിടന്ന് ഓടുന്നു, കഴുത്ത് കൈ ഒക്കെ പിടിച്ച് എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവളെന്ന് ചേർത്ത് പിടിച്ചിട്ട് അവന് ഒരു കൈ കൊണ്ട് ബാക്കിയുള്ളവരെ പിടിക്കാമല്ലോ. ചെയ്യണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അതങ്ങനെ ചെയ്യാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവൻ വരുന്ന വഴിയിൽ ആദ്യം അവളെ കെട്ടിപ്പിടിക്കുന്നു, നീക്കി നിർത്തുന്നു, വല്ലാണ്ട് ഇഗ്നോർ ചെയ്യുന്നതായിട്ട് എനിക്ക് മാത്രമല്ല അതിനകത്ത് കമൻ്റ് ഇട്ട ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റും കൂടെയാണ് ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. അതെന്താ നിങ്ങൾ കാണാത്തത്? അയാൾ ആദ്യം കെട്ടിപ്പിടിച്ചോ, പിന്നെ കെട്ടിപ്പിടിച്ചോ, ഇനി കെട്ടിപ്പിടിച്ചില്ല, വീട്ടിൽ ചെന്നാൽ എന്തായാലും അയാൾ കെട്ടിപ്പിടിക്കുക തന്നെ വേണം. അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ കെട്ടിപ്പിടിച്ചല്ലേ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യും, ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു പബ്ലിക്കിൽ ആ പെൺകുട്ടി വല്ലാണ്ട് അവഗണിക്കപ്പെടുന്നതായിട്ട് തോന്നൽ പറയാൻ പാടില്ലേ? അവൻ ചെയ്തിട്ടല്ലേ. അവൻ പല വേദികളിലും അവളെ വിളിച്ചു വരുത്തി അവളെയും കൂടെ ചേർത്ത് പിടിച്ച് തന്നെ സമ്മാനം വാങ്ങിക്കുന്നുണ്ട്. വെരി നെക്സ്റ്റ് മൊമെൻ്റ് അമ്മയും കൂടെ പിടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ അമ്മയെ കൺസിഡർ ചെയ്യുന്ന മക്കളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. പക്ഷെ ആ അമ്മ ആ ബോധത്തോടെ നിൽക്കണം. മകൻ സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ എനിക്കുള്ള സ്പേസ് എൻ്റെ മകന് മറ്റൊരു പെൺകുട്ടിയിലുണ്ട്, ആ പെൺകുട്ടിക്ക് ആ സ്പേസ് കൊടുക്കണം എന്ന് ചിന്തിക്കണം. അമ്മയും മകനും തമ്മിൽ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നവും വരാൻ ചാൻസ് ഇല്ല. ഒരിക്കലും പിരിഞ്ഞു പോകാത്ത മുറിഞ്ഞു പോകാത്ത ബന്ധമാണ് അമ്മയും മക്കളും തമ്മിലുള്ളത്. മാറിപ്പോവില്ല. അമ്മക്ക് വേറെ റീപ്ലേസ്മെൻറ്റ് അവിടെ നിന്ന് ആരെ കൊണ്ടുവച്ചാലും നടക്കത്തില്ല. പക്ഷേ ബന്ധം എപ്പോൾ വേണോ അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണോ തകരാറിലേക്ക് പോകാൻ പറ്റുന്ന ബന്ധമാണ്. നമ്മളും കൂടെ അതിന് കാരണമായി നിന്ന് കൊടുക്കരുത്. ആ കോമൺ സെൻസ് ആ ഉമ്മക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നത്. എനിക്ക് അവരോട് പേഴ്സണൽ ഗ്രജൊന്നുമില്ല. എൻ്റെ ഉമ്മയുടെ മോളോ അല്ല അമ്മായിയുടെ മോളോ കുഞ്ഞമ്മയുടെ മോളോ ഒന്നും അല്ല അവർ.
എനിക്കങ്ങനെ അവരെ ആരെയും അറിയുകയുമില്ല. പക്ഷെ നമ്മൾ കണ്ട കാര്യം പറയും. ആ പെൺകുട്ടിയെ ഇൻസൾട്ട് ചെയ്ത രീതി ഒരിക്കലും ശരിയല്ല. അതിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ വന്ന് താഴെ കമൻറ്റ് എഴുതിയവരിൽ മെജോറിറ്റി കുട്ടികളും ഇതേ സെയിം കംപ്ലൈൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി അത് അവരുടെ എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കത്തില്ലേ. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടും കൂടെയാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയുണ്ട്. ഉമ്മയെ കൺസേൺ ചെയ്യുന്നു. ഉമ്മയെ കൺസേൺ ചെയ്യുന്ന മക്കൾ വളരെ ഗ്രേറ്റാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഭാര്യയെ നെഗ്ലക്റ്റ് ചെയ്യുന്നവൻ ലോക പിഴയുമാണ്. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഈക്വലി കൺസിഡർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് ഒരു കൺസിഡറേഷൻ നീ കാണിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അറിയാം നിനക്ക് നിൻ്റെ ആ മകന് അമ്മ തന്നെയാണ് വലുതെന്ന്. ഏത് ആൺമക്കളോട് ചോദിച്ചാലും ആരാണ് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഭാര്യയുടെ മുമ്പിൽ ഇരുന്ന് കള്ളം പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ അമ്മയാണ് വലുതെന്ന് പറയും. അമ്മയെ ഇഷ്ടപ്പെടാത്ത ആരുണ്ട്? നമുക്ക് എല്ലാവരും അങ്ങനെ തന്നെ. അതാണ് ഒരു അടിയൊക്കെ തന്നാലും നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നു. നമുക്ക് അമ്മ തന്നെയാണ് വലുത്, അതിൽ തർക്കമൊന്നുമില്ല. അത് ആരും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റത് കാണിക്കണമെന്ന് വെച്ചാൽ സംടൈംസ് അത് കാണിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നം, അത് പ്രോബ്ലം. അല്ലെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ കിടന്ന് വിടകാൻ പാടില്ലായിരുന്നു. ഒരു കെട്ടിപ്പിടുത്തമൊക്കെ കിട്ടിയില്ലേ മതി, ഇനി വീട്ടിൽ പോയി ബാക്കി കെട്ടിപ്പിടിക്കാൻ അവളും ചിന്തിക്കണമായിരുന്നു. പക്ഷേ ആർത്തി, അതാണ് രണ ഫാത്തിമയ്ക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രണ ഫാത്തിമയെ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. അമ്മ നിൽക്കുമ്പോൾ അമ്മയെ സ്നേഹിക്കുക, അമ്മയെടുത്ത് കൺസിഡറേഷൻ കാണിക്കുക, എന്നിട്ട് അങ്ങോട്ട് പോകും. ഒരു കുഴപ്പമില്ല. ഒരു കെട്ടിപ്പിടുത്തം അമ്മയ്ക്ക് കൊടുത്തൂടെ? ഓടി വന്ന് അവനെ അങ്ങോട്ട് ചാടി കയറി പിടിച്ച് എത്രയോ നേരം കെട്ടിപ്പിടിച്ചോണ്ട് നിന്നതാണ് പറയാൻ കാരണമായത്. രണ്ടിനും കാരണമുണ്ട്, ഒരു ഡബിൾ സ്റ്റാൻഡും ഇല്ല. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും തകരാറ് പറയാനൊക്കത്തില്ല. പക്ഷേ എനിക്കങ്ങനെ ഒരു കൺസേൺ ഇല്ല. രണ്ടും ഈ ബോത്ത് ആർ മാത്തമാറ്റിക്സ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് നന്ദി. ഇനി അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.